പുതിയ ശീലങ്ങൾ പലപ്പോഴും വളർത്തിയെടുക്കുവാൻ നമ്മൾ പ്രയാസപ്പെടുന്നത് നമ്മൾ മടിയന്മാരായതുകൊണ്ടല്ല, മറിച്ച് നമ്മുടെ തലച്ചോറിന്റെ പ്രത്യേകത കൊണ്ടാണ്. നമ്മുടെ തലച്ചോറ് ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഊർജത്തെ സംരക്ഷിക്കാനാണ്. ഒരു ദിവസത്തിന്റെ 95% ഓട്ടോ പൈലറ്റിലാണ് നീങ്ങുന്നത്. അതായത് നമ്മൾ സ്ഥിരമായി ഓട്ടോമാറ്റിക്കായി ചിന്തിക്കാതെ ചെയ്യുന്ന പല കാര്യങ്ങളും. പുതിയതായി ചെയ്യാൻ ശ്രമിക്കുന്ന ഏതൊരു കാര്യവും നമ്മുടെ തലച്ചോറ് എനർജി ചോർത്തി കളയുന്ന കാര്യമായാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അതെപ്പോഴും പരിചിതമായ കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുന്നു. അത് സഹായകരമല്ലെങ്കിൽ പോലും. അതുകൊണ്ടാണ് പലപ്പോഴും വിൽ പവർ പരാജയപ്പെടുന്നത്. ഡിസിപ്ലിനിലല്ല, സ്മാർട്ടായ ഡിസൈൻ ഉണ്ടാക്കുന്നതിലാണ് കാര്യം. ആറ്റോമിക് ഹാബിറ്റ്സിനെ അടിസ്ഥാനമാക്കിയുള്ള 10 ഹാക്സ് താഴെ ചേർക്കുന്നു. 1. സ്വയം ഫോഴ്സ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം ശീലങ്ങളെ സ്റ്റാക്ക് ചെയ്യാം. അതായത് സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യത്തിന് ശേഷം ചെയ്താൽ അത് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. ഉദാഹരണമായി രാവിലെ പല്ല് തേച്ച ശേഷം ഒരു വരി ജേർണൽ ചെയ്യുന്നത്. 2. മേക്ക് ഇറ്റ് ഒബ്വിയസ്. കാര്യങ്ങൾക്ക് വ്യക്തത കൊണ്ടുവരുന്നത്, സൂചനകൾ നൽകുന്നത് വളരെ സഹായകരമാണ്. രാവിലെ അരമണിക്കൂറെങ്കിലും ഓടണം എന്ന പുതിയ ശീലം വളർത്തിയെടുക്കണമെങ്കിൽ അതിനുപയോഗിക്കുന്ന ഷൂസ് കാണുന്ന പോലെ വാതിലിനരികിൽ വയ്ക്കുന്നത് സഹായകരമായിരിക്കും. 3. ഷ്രിങ്ക് ദ ഹാബിറ്റ്. ചെറുതായി ആരംഭിക്കുക. നമ്മുടെ തലച്ചോറ് വലിയ മാറ്റങ്ങൾ റെസിസ്റ്റ് ചെയ്യുന്നു, എന്നാൽ ചെറിയ ജയങ്ങൾ അതിന് ഇഷ്ടമാണ്. അതുകൊണ്ട് വായനാശീലം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ദിവസവും 1 പേജ് വീതം വായിക്കുന്നതിൽ തുടങ്ങാം. ചെറിയ ശീലങ്ങൾ കോമ്പൗണ്ട് ചെയ്ത് സ്ഥിരതയിലേക്ക് നയിക്കുന്നതാണ്. 4. ചെറിയ മാറ്റങ്ങളെ റിവാർഡ് പെട്ടെന്ന് ചെയ്യാം. കാരണം നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ റിലീസ് ചെയ്യപ്പെടുവാനും അങ്ങനെ ആ ശീലവുമായി ബന്ധപ്പെട്ട പാത്വേസ് കൂടുതൽ ശക്തമാകുവാനും അത് കാരണമാകും. അതുകൊണ്ട് ചെറിയൊരു വിജയം ഉണ്ടാകുമ്പോൾ ഇഷ്ടമുള്ള ഏതെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടാം. ഒരു കോഫി കുടിക്കാം, സ്വയം അഭിനന്ദിക്കാം. 5. ഒരു ദുശീലം നിർത്തുക മാത്രം ചെയ്യുന്നതിന് പകരമായി മറ്റേതെങ്കിലും ശീലം കൊണ്ടുവരുന്നത്. ഉദാഹരണമായി ചോക്ലേറ്റ് കഴിക്കാൻ തോന്നുമ്പോൾ പകരമായി ഒരു ഫ്രൂട്ട് കഴിക്കുന്നത്. 6. കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന ശീലങ്ങളെ ഫ്രിക്ഷൻ ഫ്രീ ആക്കുന്നത്. എന്നാൽ മാറ്റേണ്ടതായ ശീലങ്ങളിൽ ഫ്രിക്ഷൻ വർദ്ധിപ്പിക്കുക. ഉദാഹരണമായി പഴങ്ങൾ കഴിക്കുന്ന ശീലം വളർത്തണമെങ്കിൽ അവ ആക്സസിബിളായ സ്ഥലങ്ങളിൽ ഡൈനിങ് ടേബിളിൽ വയ്ക്കാം. എന്നാൽ ചിപ്സും ചോക്ലേറ്റും പെട്ടെന്ന് എത്താൻ സാധിക്കാത്ത കബോർഡിൽ വയ്ക്കാം. 7. 2 ഡേ റൂൾ ഫോളോ ചെയ്യുന്നത്. സ്ഥിരതയുണ്ടെങ്കിലേ ശീലങ്ങൾ വളരുകയുള്ളൂ. പുതുതായി വളർത്താൻ ആഗ്രഹിക്കുന്ന ശീലം ഒരു ദിവസം മിസ്സായാൽ സാരമില്ല. എന്നാൽ 2 ദിവസം അടുപ്പിച്ച് മിസ്സായാൽ അത് പുതിയ പാറ്റേൺ വളരാൻ കാരണമാകും. പെർഫെക്ഷനേക്കാൾ കൺസിസ്റ്റൻസിയെ തിരഞ്ഞെടുക്കാം. 8. ഐഡന്റിറ്റിയും ഹാബിറ്റും കണക്റ്റഡ് ആണ്. പുതിയ ശീലങ്ങൾ നിലനിൽക്കുന്നത് അത് നമ്മൾ ആരാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുവോ അതുമായി യോജിച്ച് പോകുമ്പോഴാണ്, മാച്ച് ആകുമ്പോഴാണ്. ഞാൻ ഫിറ്റായ വ്യക്തിയാണെന്ന് സ്വയം വിശ്വസിക്കുന്ന വ്യക്തിക്ക് ആരോഗ്യകരമായ ആഹാരം കഴിക്കുവാൻ അത് പ്രോത്സാഹനം നൽകും. അത് എളുപ്പമാകും. 9. നമ്മുടെ താല്പര്യങ്ങളെ നമ്മൾ ആഗ്രഹിക്കുന്ന ശീലങ്ങളുമായി പെയർ ചെയ്യുന്നത്. നെറ്റ്ഫ്ലിക്സ് കാണാൻ ടെംപ്റ്റേഷനുള്ള വ്യക്തി അത് കാണുന്നതിനോടൊപ്പം തുണികൾ മടക്കി വെക്കുന്നത് പോലെ. 10. ട്രാക്ക് ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് പബ്ലിക്. നമ്മൾ വളർത്തിയെടുക്കുന്ന ശീലങ്ങളെ കലണ്ടറിൽ ട്രാക്ക് ചെയ്യുന്നതും കൂട്ടുകാരുമായി ഷെയർ ചെയ്യുന്നതും ആ ഒരു ശീലത്തെ നിലനിർത്തുവാൻ സഹായിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്താൽ പുതിയ ശീലങ്ങൾ വളർത്തുന്നത് അത്ര പ്രയാസകരമാകില്ല. പുതിയ ശീലങ്ങൾക്ക് ഡിസിപ്ലിൻ അല്ല, സ്മാർട്ടറായ ഡിസൈനാണ് വേണ്ടത്.